ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ബ്രസീൽ ഇന്ന് ഹെയ്ത്തിയെ തോൽപ്പിച്ചിരിക്കുന്നത്. ലോക ഫുട്ബോളിലെ കുഞ്ഞന്മാരാണ് ഹെയ്ത്തിയെങ്കിൽ പോലും ഈ ഒരു വിജയം വലിയ ഊർജ്ജമായി ബ്രസീൽ ആരാധകർക്ക് ലഭിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കളിയിൽ അപ്രതീക്ഷിതമായ ഒരു സമനിലയാണ് മൊറോക്കോയോട് വഴങ്ങേണ്ടി വന്നത്. അത് ടൂർണമെന്റിലെ ബ്രസീലിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നമുക്കൊപ്പം ആരാധകർ ഉണ്ട്. നല്ല വൃത്തിയുള്ള കളി കളിച്ചത്. ഇതേ കളി ഞങ്ങൾ ഇനിയും പിന്തുടരുന്നതന്നെ ഉറപ്പിക്കും. ഇനി നെയ്മറും കൂടെ ഞങ്ങളെ ഗ്രൂപ്പിൽ ഇതിലേക്ക് ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പിടിച്ചു കെട്ടാൻ കഴിയൂല. അതിനി എന്ത് ഈ വേൾഡ് കപ്പ് ഞങ്ങൾക്കുള്ളതാണ്. അതിനി വേറൊരു ടീമും മെനക്കെടുന്നതില്ലാതാണ് ഈ ടൈമിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷെ ആദ്യ ഹാഫിൽ 3 ഗോൾ അടിച്ചു, പിന്നീട് അടിക്കാൻ പറ്റിയില്ല. അല്ല, ഞങ്ങൾ കൂടുതൽ അടിച്ച് നമ്മൾ ടീമിനെ താക്കൂല. നമുക്ക് 3 ഗോൾ മതി. നമ്മൾ വിജയം 3 പോയിന്റ് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ കുറെ എത്ര ഗോൾ നേടുന്നതല്ല. നമ്മൾ ഈ 3 ഗോൾ നേടിയ മറ്റുള്ളവരെ പോലെ ഇതിന് കൂടുതൽ 3 ഗോൾ ഹാട്രിക്ക് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ നമുക്ക് 3 പോയിന്റ്, വിലപ്പെട്ട 3 പോയിന്റ് അത് മതി. ഇനി നമ്മൾ അടുത്ത കളിയും കൂടി ജയിച്ചു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും കയറും. ഹാട്രിക് ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഗോളിന് നമ്മൾ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതിന്റെ ഒറ്റപ്പോതി വെച്ച് ഗോൾ അടിക്കാൻ ഇതിനു വേണ്ടിയിട്ടല്ല. നമുക്ക് ടീം മെസ്സിയെ ഉദ്ദേശിച്ചാണോ പറയുന്നത്? മെസ്സിയെ ഉദ്ദേശിച്ച് മാത്രം തന്നെയാണ്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ കളത്തിൽ വേൾഡ് കപ്പിൽ പെനാൽറ്റി അടിച്ച് കുറെ ടോപ്പ് സ്കോർ ആയതും അതൊന്നല്ല. ഇത് കളിച്ച് നേടിയ വിജയമാണ്. അല്ലാതെ പെനാൽറ്റി എടുക്കാൻ 12 കളിച്ച് നേടിയതല്ല. ഇത് നമ്മള് ടീമായിട്ട് 11 പേര് കളിച്ച് നല്ല വിജയം നേടിയത്. മെസ്സി നമുക്ക് ഇഷ്ടമാണ്, മെസ്സിനെ നമുക്ക് ഇഷ്ടമാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷെ മെസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ടീം ഉണ്ടല്ലോ, അത് നമ്മളെ ബ്രസീലല്ല. നമുക്ക് ഇനി നെയ്മർ എന്നൊരു ആളുമില്ല. നമ്മൾ ഒറ്റ കെട്ടാം, നമ്മൾ 11 കെട്ടാം. നിരാശ, അർജന്റീന ടീമിന് നിരാശയാണ്. ബ്രസീലിന്റെ ആരാധകർ പടക്കം പൊട്ടിച്ചാണ് വിജയം ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഏറെ നാളായി കാത്തിരുന്ന ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ തവണ സമനില നേടിയപ്പോൾ സ്റ്റിക്കറൊക്കെ അടിച്ചു വന്നേക്കുവാണ്. സൂപ്പർ. പിന്നല്ല, ആദ്യത്തെ കളി പോലല്ല, രണ്ടാമത്തെ കളി നമ്മൾ ഒളിപ്പിച്ചില്ലേ. നമ്മളെ മച്ച നെയ്മർ കൂടി വരാനുള്ളൂ. അടുത്ത കളിയിൽ നെയ്മർ നമ്മള് ടീമിനനുസരിച്ച് കളി മാറ്റുന്ന ടീമാണ് നമ്മളത്. ബ്രസീല് ഒറ്റ വ്യക്തിയിലേക്കല്ല, നമ്മൾ ടീം സ്പിരിറ്റ് ആണ്. ഒരു സുൽത്താനും കൂടി ഇറങ്ങിയാൽ കഥ മാറിയായിരുന്നേ. വിനീഷ്യസും കുഞ്ഞയൊക്കെ നന്നായി കളിച്ചു അല്ലെ? ഇന്ന് നല്ല കളിച്ചു. നെയ്മറിന്റെ ഒരു അഭാവം അറിയാനില്ലായിരുന്നു. ഇല്ല. പക്ഷെ നെയ്മറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഉഷാറായിരുന്നു. ഹാഫിലൊന്നും അടിച്ചില്ല. നിങ്ങൾ കൃത്യം പ്രവചിച്ചു. അടിച്ചില്ല വെച്ചാല് അടിച്ച് സ്കോർ അടിച്ചു, ഓഫ്സൈഡ് ആയി പോയി. അത് കളിന്റെ ഒരു ഭാഗമല്ലേ ഓഫ്സൈഡ്. പക്ഷെ അത്ര വലിയ ടീമൊന്നും അല്ല. എന്നാലും 3-0 അടിച്ചില്ലേ, മതിയല്ലോ. മറ്റേ മുമ്പ് കളിയില് മെസ്സി മാത്രം 3 ഗോൾ അടിച്ചായിരുന്നു. എങ്ങനെ? മെസ്സി മാത്രം കഴിഞ്ഞ കളിയിൽ 3 ഗോൾ അടിച്ചു. ഒരു വ്യക്തിയിലേക്കല്ല നമ്മൾ ചുരുങ്ങിയത്. ടീം സ്പിരിറ്റ് ആണ്. എല്ലാവരും കൊണ്ട് സ്കോർ അടിക്കും. അതെ, അടുത്ത നെയ്മർ ഇറങ്ങിയിട്ട് നെയ്മർ ഇതേമാതിരി ഹാട്രിക് ഉണ്ടാവും. Neymar next match return ana confirm knockouts la goal score pannom. We came all the way from Tamil Nadu for the celebration. പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കളി കാണാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും പറയുന്നു അടുത്ത കളി നെയ്മർ കൂടി എത്തുമ്പോൾ ടീമിന്റെ ഒരു കളി നിലവാരം മാറും. കളി എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ. കാരണം ഞങ്ങൾക്ക് എന്തൊരു വിജയം അനിവാര്യമാണ്. കാരണം ഞങ്ങൾ ആ രീതിയിൽ ഇപ്പൊ മൊറോക്കന്റെ ഫസ്റ്റത്തെ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഗോൾ ഡിഫറൻസിൽ വിചാരിച്ച രീതിയിൽ തന്നെ 3 ഗോൾ സ്കോർ ചെയ്തിട്ട് ആ ഗോൾ ഡിഫറൻസിന് അതും കൂടി മുൻതൂക്കുണ്ടായിരിക്കും. എന്നാലും ഗ്രൂപ്പ് ചാമ്പ്യനായിട്ട് നല്ല വരും. സ്കോട്ട്ലാൻഡിനോട് എന്തായാലും ഇതിനെക്കാട്ടും മികച്ച രീതിയിൽ കളി കളിക്കും. എന്നാലും ഒരു ആത്മവിശ്വാസം വീണ്ടും ബ്രസീൽ തിരിച്ചു തന്നു. ഈ കുഞ്ഞായാലും വിനീഷ്യക്കായാലും ഈ നെയ്മറുടെ അഭാവം മറയ്ക്കുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും നെയ്മറിനെ പോലത്തെ ഒരു പ്ലെയറും കൂടി ഇറങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ റൈറ്റ് വിംഗിലാണെങ്കിലും ലെഫ്റ്റ് വിംഗ് വിനീഷ്യസും റഫീനിയും ഉള്ളതിന്റെ ഇതും നമ്മളെ മാക്സിമം ഒരു സെന്റർ ഫോർവേഡ് എന്ന ലെവലിൽ ചെയ്യുന്നിരുന്നാലും നമ്മളെ ഏറ്റവും സുൽത്താന്റെ ഒരു അഭാവം സത്യം പറഞ്ഞാൽ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. സുൽത്താനും കൂടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി മാറും. സ്കോട്ട്ലാൻഡിനോട് സുൽത്താൻ ഇറങ്ങും. ഞങ്ങള് നല്ല ഭൂരിപക്ഷത്തിൽ. റഫീനിക്ക് ഒരു പരിക്ക് പറ്റിയെന്ന് തോന്നുന്നു അല്ലെ? നെയ്മർ ഇന്നിപ്പോ അന്ന് ചെറിയൊരു ഇത് കിട്ടിയിപ്പോ ബാക്കി ഡീറ്റെയിലും കാര്യമെല്ലാം എന്തായാലും പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പോകേണ്ടി വന്ന്. എന്നാലും ബ്രസീലിന് എന്തായാലും മുൻനിര കളിക്കാരായിട്ട് ഇറക്കാൻ പറ്റുന്ന ആളുകൾ എന്തായാലും കൂടുതൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കളി നിയന്ത്രിച്ച റഫീനിയായിരുന്നു. പക്ഷെ ഇപ്പൊ നെയ്മർ നിലവിലില്ല. നെയ്മർ തിരിച്ചു വരുമ്പോ റഫീന പോവാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാവും. ഇല്ല പോവാൻ. എന്തായാലും റൈറ്റ് വിംഗിന് പകരം എന്തായാലും അറ്റാക്ക് മിഡ്ഫീൽഡർ എന്നുള്ള ഏത് പൊസിഷനിലേക്ക് മാറ്റുള്ളൂ. എന്നാലും റഫീനിയും നെയ്മറും വിനീഷ്യസും അടങ്ങിയൊരു ഗ്യാങ് തന്നെ ഉണ്ടാവാം.
ഇത് അടുത്ത സ്കോട്ട്ലാൻഡിനോടുള്ള മത്സരം ഇതിനെക്കാട്ടി നല്ല ശക്തമായിട്ട് എന്തായാലും മാറുന്നുള്ളത് പറയാണ്. കുറെ നാളുകൾക്ക് ശേഷം ബ്രസീലിന്റെ ഒരു ടീം ഒന്ന് സെറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴാണ് ഒന്ന് ആ ഒരു പവർ കിട്ടിയത്. പഴയ നമ്മളൊരു സാമ്പാ താളത്തിന്റെ ചടങ്ങളി കണ്ടല്ലേ, ആ പഴയ ആ സാമ്പാ താളത്തിന്റെ ആ ഒരു കളിയിലെ ശൈലി ഇപ്പോഴാണ് ഇപ്പൊ കിട്ടിയത്. അപ്പൊ നിങ്ങളെല്ലാം ആവേശത്തിലാണ്. തീർച്ചയായിട്ടും ഞങ്ങളെന്താ അല്ലേ, ബ്രസീൽ അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ബ്രസീലിയൻ ഫുട്ബോള് ആഞ്ചലോട്ടിന്റെ ആ കോച്ച് മികവ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ നിരാശപ്പെടുത്തിയെങ്കിലും അതിശക്തമായിട്ട് തന്നെയാണ് ബ്രസീൽ തിരിച്ചു വന്നത്. എതിരാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. വലിയ മത്സരങ്ങൾ ഇനിയും വരാനുണ്ടല്ലോ. ബ്രസീൽ ഒന്നുകൂടി നെയ്മർ കൂടി വന്നാൽ ഒന്നുകൂടി ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഫീനിക്ക് ഒരു പരിക്കുണ്ടെന്ന് തോന്നുന്നു. റഫീനിയുടെ പരിക്ക് തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയാണ്. കാരണം ബ്രസീലിന്റെ നിരയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാറുള്ള ഒരു കളിക്കാരന് പെട്ട ആളാണ് റഫീനിയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഇപ്പൊ മെഡിക്കൽ റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. റഫീനിയുടെ അഭാവം വരും കളികളിൽ ഉണ്ടാവുകയാണെങ്കിലും ബ്രസീലിന്റെ മുന്നേറ്റത്തിലേക്ക് അത് വലിയൊരു ദോഷം തന്നെയായിരിക്കും. ഇന്ന് മുന്നേറ്റ നിര കൊള്ളാമായിരുന്നു അല്ലേ? മുന്നേറ്റത്തിനെ നന്നായിട്ട് കളിച്ചെങ്കിലും മിഡ്ഫീൽഡ് വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. പേഴ്സണലി എന്റെ വിലയിരുത്തൽ. കാരണം ബ്രൂണോ ഗുമാരസും കാസമീറോ അടങ്ങുന്ന മിഡ്ഫീൽഡ് ഒന്നും കൂടി മികവ് പുലർത്തിയാലേ വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ മുന്നേറാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കിട്ടിയ അവസരങ്ങളൊക്കെ കുറെ വിനിയോഗിച്ചു അല്ലെ? കിട്ടിയ അവസരങ്ങൾ ഫോർവേഡ് ഇപ്പൊ കുഞ്ഞനെ ഫസ്റ്റ് 11 ഇറക്കിയതിന്റെ ഒരു പ്രതിഫലനം കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയുള്ള മത്സരം പ്രത്യേകിച്ച് സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞാൽ എഴുതി തള്ളാൻ പറ്റാത്ത ഒരു എതിരാളികളാണ്. ആദ്യ മത്സരത്തിൽ പിന്നെ വിജയിച്ച ടീമാണ്. അവർക്കും കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സ്കോട്ട്ലാൻഡിനൊപ്പമുള്ള ഒരു മത്സരം ഒരു ശക്തമായ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും. അതിലാണ് ശരിക്കും ബ്രസീലിന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ആ മത്സരത്തിലേക്ക്. കാരണം ഹെയ്ത്തി താരതമ്യേന ദുർബലരാണ്. ആദ്യം ഒരു ഗോൾ കുടുങ്ങിയതോട് കൂടിയിട്ട് അവര് ചെറിയൊരു പ്രതിസന്ധിയിലായിട്ടുണ്ട്. പക്ഷെ അടുത്ത മത്സരം സ്കോട്ട്ലാൻഡിന്റെ ഒപ്പമുള്ള മത്സരം അതായിരിക്കും ബ്രസീലിന്റെ മുന്നോട്ടേക്കുള്ള ബ്രസീലിന്റെ വേൾഡ് കപ്പിന്റെ സാധ്യതകളെ മനസ്സിലാക്കുന്ന മത്സരം. നെയ്മറും കൂടെ വരുമ്പോ രണ്ട് വിങ്ങും നെയ്മർ കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ബ്രസീലിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. നെയ്മർ എപ്പോഴാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. നെയ്മറും റഫീനിയോ വിനീഷ്യസ് ഗുണകുമാർജി കംപ്ലീറ്റ് സ്ക്വാഡ് അടങ്ങുകയാണെങ്കിൽ വേൾഡ് കപ്പ് അടിക്കാനുള്ള സാധ്യതയുള്ള ടീമിനായിട്ടാണ് ബ്രസീലിനെ കാണുന്നത്. സാമ്പാത്താളം നിലച്ചിട്ടില്ല. അത് എങ്ങനെയാണെങ്കിലും അത് തിരിച്ചു വരും. അത് നെയ്മർ നെക്സ്റ്റ് കളിയിലാവുമ്പോൾ ഒന്നും കൂടി പവർ കൂടും. ബ്രസീലിന്റെ ആ കളിക്ക് ഒരു എനർജി കൂടും. ഓരോ കളി കഴിയുമ്പോഴും അത് മെച്ചപ്പെട്ട് വരാണ്. അത് കിയാമത്ത് നാൾ വരെ ലോകാവസാനം വരെ അത് നിലക്കും. അതങ്ങനെയാണ് ബ്രസീൽ. പണ്ടും അങ്ങനെയാണ്. ആദ്യം പതിയെ പതിയെ തുടങ്ങും, മുന്നോട്ട് പോകും. അതാണ് ബ്രസീലിന്റെ ഒരു അങ്ങനെയാണ്. അത് മുമ്പത്തെ പുതിയ പഴയ കളിക്കാർ റോബർട്ടോ കാർലോസ്, റൊണാൾഡോ ഒക്കെ ഉള്ള സമയത്തൊക്കെ പതിയെ തുടങ്ങും, പിന്നാണ് അത് മൂർജിക്കുക. അതെന്നും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത കളി നെയ്മറും കൂടി കൂടുമ്പോൾ അതിന് ആ ഒരു കളിക്ക് ഒരു പവർ വരും. ആളുണ്ടായാൽ മതി, ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ ആ ഒരു കളിക്ക് പവർ കൂടും. മുന്നേറ്റ നിരയൊക്കെ സ്ട്രോങ് ആയി. കുഞ്ഞ് കളിച്ചു, വിനീഷ്യസ് കളിച്ചു, ഫസ്റ്റ് കളിയിൽ എല്ലാവരും പറഞ്ഞു ഒരു ചെറിയ ചെറിയ മക്കളുടെ കളിക്കണം ഇങ്ങനെയാണോ എന്നൊക്കെ. പക്ഷെ മൊറോക്കോ 5ാം സ്ഥാനം 6ാം സ്ഥാനം എന്തോ ആണ്. ആ രണ്ട് ടീം 10ൽ താഴെ, ആ 10ൽ താഴെ റാങ്കില് ആ രണ്ട് ടീം കളിക്കുമ്പോൾ കളി ടൈറ്റ് ആവും, സ്വാഭാവികമാണ്. ഇന്നിപ്പോ ആ കളിനൊക്കെ നല്ല വ്യത്യാസം വന്നു. ഭയങ്കരമായിട്ട് മുന്നേറ്റ നിര, ഡിഫൻസ് എല്ലാം അടിപൊളിയായിട്ട് കളിച്ചു. ഇനി അടുത്ത കളി നെയ്മർ ഉണ്ടാവും, അതിനെക്കാട്ടി ഒന്നും കൂടി പവർ കൂടും. റഫീനിയുടെ പരിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു തിരിച്ചടിയാവില്ല. റാഫീഞ്ഞോ ഇല്ലല്ല, ഒരു പ്രശ്നമില്ല. ഇന്ന് എൻട്രിക്ക് വന്നു. ആ എൻട്രിക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി മുന്നിലാണ് ഇറങ്ങുകയാണെങ്കിൽ ഒന്നും കൂടി പവർ കൂടും. എൻട്രിക്കിന്റെ കളിയൊക്കെ അടിപൊളിയാണ്. മാർക്ക് ചെയ്യാനൊക്കെ ഇന്ന് അവർക്ക് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഡിഫൻസ് പവർ ഉണ്ടായതുകൊണ്ട് അത് തട്ടി ഒഴിവാക്കാൻ ചെയ്യണത്. നിങ്ങൾ എന്തായാലും ഹാപ്പിയാണ്? അടിപൊളി ഹാപ്പിയാണ്. നെക്സ്റ്റ് കളി ഇതിനെക്കാട്ടി പവർ കൂടും, ഉറപ്പുള്ള കാര്യം. ഗ്രൂപ്പ് ചാമ്പ്യനായിട്ട് കയറും. എന്തായാലും ബ്രസീൽ ഹാപ്പിയാണ്, ബ്രസീലിന്റെ ആരാധകർ ഹാപ്പിയാണ്. ആ കാനറികളുടെ സാമ്പാത്താളം തിരിച്ചു വന്നിരിക്കുന്നു. ഒരു നല്ല മുന്നേറ്റ നിരയുണ്ടായിരിക്കുന്നു. മധ്യനിരയിലെ ചെറിയ ചില പ്രശ്നങ്ങൾ കൂടി ഒഴിവാക്കിയാൽ നെയ്മർ കൂടി ടീമിലേക്ക് എത്തുമ്പോൾ പിടിച്ചു കെട്ടാനാവാത്ത ശക്തിയായി മാറും. ഗ്രൂപ്പ് ഘട്ടത്തിൽ 1ാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിലേക്ക് ബ്രസീൽ കപ്പുമായി തിരിച്ച് സാവോപോളയിലേക്ക് പോകുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്ക് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.